വരുന്ന തിരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിൽ തൃക്കണാർവട്ടം 18ാം ഡിവിഷനിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ ജലജ എസ് ആചാര്യ വികസന സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നു. അടിസ്ഥാന പ്രശ്നങ്ങളായ റോഡ്, തെരുവുനായ ശല്യം തുടങ്ങിയവയ്ക്കുള്ള പരിഹാരമാണ് ഉയർത്തിക്കാണിക്കുന്നത്. ഈ വാർഡിൽ പ്രത്യേകിച്ചുള്ളത് സാധാരണ രീതിയിലുള്ള പോലെ തന്നെ കൊച്ചി നഗരത്തിലുള്ള പോലെ തന്നെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ. പിന്നെ തെരുവുനായ പ്രശ്നമുണ്ട്. അതുകൂടാതെ റോഡ് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. റോഡ് പൊട്ടിപ്പൊളിഞ്ഞാണ് ഇരിക്കുന്നത്. ക്വാളിറ്റി വർക്കല്ല നടന്നിരിക്കുന്നത്. അതൊരു പ്രശ്നമാണ്. പിന്നെ അവിടെയായിട്ട് നമുക്ക് പല രീതിയിലുള്ള മാലിന്യ കൂമ്പാരങ്ങൾ കാണാം. ഞാൻ ഈ റെസിഡൻസിൻ്റെ സെക്രട്ടറി കൂടെയാണ്. പവത്തിൽ റോഡ് റെസിഡൻസ് അസോസിയേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ സെക്രട്ടറി കൂടെയാണ്. അപ്പോൾ ഇവിടെ 8 പോയിൻറ്റുകളിൽ ഞങ്ങൾ തന്നെ കാശ് മുടക്കിയിട്ട് CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. എപ്പോഴും പറയുമായിരുന്നു കൊച്ചി നഗരസഭ ഇവിടെ എല്ലായിടത്തും കൊച്ചിയിൽ മൊത്തമായിട്ട് നഗരസഭയിൽ CCTV ക്യാമറ സ്ഥാപിക്കുന്നു. പക്ഷേ അതൊന്നും സ്ഥാപിച്ച് കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ തന്നെ കാശ് മുടക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം വീടുകളിൽ നിന്ന് 150ഉം 200ഉം രൂപ കൊടുത്ത് അഴുകുന്ന മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ബുധനാഴ്ച തോറും നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും പല ആളുകളും, പ്രത്യേകിച്ച് ബാച്ചിലറായിട്ട് താമസിക്കുന്ന ആൾക്കാർ ഇവിടെ മാലിന്യങ്ങൾ എറിയുന്നുണ്ട്. അപ്പോൾ അത് ഫലപ്രദമായിട്ട് ട്രേസ് ചെയ്തിട്ട് അവർക്ക് ശിക്ഷ നൽകാനും ഒരു മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റ രീതികൾ ഇവിടെ നടപ്പാക്കാനുമാണ് ഞങ്ങളുടെ റെസിഡൻസ് നിലകൊള്ളുന്നത്. അപ്പോൾ അതൊരു വിഷയം, മാലിന്യത്തിൻ്റെ വിഷയമുണ്ട്. കുടിവെള്ള പ്രശ്നം ഇവിടെ വ്യാപകമായിട്ട് എല്ലാ വീടുകളിലും കുടിവെള്ള പ്രശ്നമുണ്ട്. അത് പമ്പിങ് പോരാ. തമ്മനത്ത് പൈപ്പ് പൊട്ടിയ പിന്നെ ടാങ്ക് പൊട്ടിയ പിന്നെ പറയുന്നത് പമ്പിങ് പോരാ, ബൂസ്റ്റിംഗ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ ശരിയാക്കി കൊണ്ടുവരികയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും ഫലപ്രദമല്ല. പിന്നെ ഒരു സ്ഥലത്ത് കുഴിച്ച് കഴിയുമ്പോൾ അവിടെ വെള്ളം നന്നായിട്ട് വരും. പുതിയ കണക്ഷൻ എടുക്കുന്നവർക്ക് വേറെ സ്ഥലത്തേക്ക് കണക്ഷൻ കുറയും. പിന്നെ താഴ്ചയുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം വരുന്നില്ല. അപ്പോൾ എല്ലാവരും കാശ് കൊടുത്ത് കുടിവെള്ളത്തിന് മീറ്റർ വെച്ചിട്ട് മിനിമം ബില്ലെങ്കിലും അടയ്ക്കുന്നുണ്ടെങ്കിൽ പോലും കുടിവെള്ളത്തിൻ്റെ ലഭ്യത എങ്ങും തന്നെ സുഭിക്ഷമല്ല. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വീടുകളിലൊക്കെ ആൾതാമസം ഇല്ലാത്ത ഫ്ലാറ്റുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. വയസ്സായ ഒരു 60 വയസ്സിന് മേലുള്ള ആൾക്കാരൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവ് ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ കാശുണ്ട്, പക്ഷേ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ ആളില്ല. കുട്ടികളൊക്കെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും പുറത്താണുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് റെസിഡൻസിൻ്റെ. ചികിത്സ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടും ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയിട്ട് അത്യാവശ്യത്തിന് വിളിക്കാൻ കിട്ടുന്ന നമ്പറുകൾ ഞങ്ങൾ വോളണ്ടിയറായിട്ട് വന്നിട്ടുണ്ട്.